മക്കളെ, ഇത് കല്യാണത്തിന് കൂടിയൊന്നുമല്ല, ഗ്യാസ് കുറ്റിക്ക് വേണ്ടി കാത്തിക്കണ ആൾക്കാരാണ് ഇത്. സാധാരണ അവർ വീട്ടിലെത്തിക്കാറാണ് പതിവ്. മൺസൂൺ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആവണം. അത്രയും ടൈറ്റ് അടിച്ചാലാണ് നമ്മൾ ഈ ഗോഡൌണിൽ വന്നിട്ട് സാധനം വാങ്ങുക, അല്ലെങ്കിൽ ഒരു വീട്ടിലെത്തിക്കും. നമ്മുടെ വീട്ടിലാണെങ്കിലോ ഗ്യാസ് കഴിഞ്ഞ് ഏകദേശം 1.5 ആഴ്ചയായി. നമുക്ക് അത്യാവശ്യം, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായത് നാട്ടുകാർക്ക് മൊത്തം അത്യാവശ്യമാണ്. ഞാൻ ചിന്തിച്ച പോലെ എല്ലാവരും ഒരേപോലെ ചിന്തിച്ചിട്ടുണ്ടാവും, അവിടെ പോയാൽ പെട്ടെന്ന് കിട്ടുമെന്ന്. അപ്പൊ എല്ലാവരും വട്ടത്തിൽ മൂഞ്ചി. ഇനിയിപ്പോ ഗ്യാസ് ഇല്ലാണ്ട് വീട്ടിൽ ചെന്നാൽ പോരാളി ഓടിച്ചിട്ടടിക്കും. അതിലും ഭേദം ഗ്യാസും കൊണ്ട് പോണതാ. ഒരു ഫാമിലിക്കുള്ള മൊത്തം ഗ്യാസും കൊണ്ട് ആശാൻ പോണേ. കുറച്ച് കഴിഞ്ഞപ്പോ നമ്മള് കമ്പനിക്കാരനും എത്തി, ഇച്ചും സഫീറും. സത്യം പറഞ്ഞ സഫീർ അവിടെ വെറുതെ കുത്തിരിക്കേനെ. ഇച്ചു വിളിച്ച് ചാമ്പ്യത ഓനെ. ക്യൂ തെച്ചിട്ട് ആരെങ്കിലും മുമ്പ് കയറണമെന്ന് നോക്കാണ്ടോ റാഫി. നെഞ്ചും വിരിച്ചു വന്നതാ. ആൾക്കൂട്ടം കണ്ടപ്പോ ആ കാച്ചങ്ങോട്ട് പോയി. കുറച്ച് സമയം ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ക്യൂ അങ്ങോട്ട് എത്താത്ത പോലെ. ഇവിടെ ഒരു വ്ളോഗർ മതി കിട്ടും, അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഇനി ആരെങ്കിലും ഗ്യാസ് കട്ടോണ്ട് ഓടുമെന്ന് വെച്ചിട്ട് കാവലിക്കാം. എല്ലാ വണ്ടിയിലും കുത്തി നിറച്ച് വിൽക്കാൻ പോണ പോലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണത്. സാധനം തീർന്നു പോകുന്ന ഒരു ടെൻഷൻ ഉണ്ടായി. ഇത് കണ്ടപ്പോൾ സമാധാനമായി. ഞങ്ങളുടെ ശേഷം വന്ന് ഇവനക്ക് സാധനം കിട്ടി. ക്യൂ ആണെങ്കിലോ വന്നപ്പോ നിന്ന് അതേ സ്ഥലത്താണ് ഇപ്പോഴും ഞങ്ങൾ നിൽക്കണേ. ഇവനെ പോലെ കുറെ തെണ്ടികൾ അതിന്റെ ഇടയിൽ കൂടെ കയറി കളിച്ച്. ആ തെണ്ടികളുടെ കൂട്ടത്തിൽ ഭാഗമാവാൻ ഞാനും റാഫിയും തീരുമാനിച്ചു. ശരിക്കും നമ്മൾ ക്യൂവിൽ ഇവിടെ എത്തിയിട്ടുള്ളൂ. നിങ്ങളെ നാട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാം, നമ്മളെ ഗ്യാസ് കൊണ്ട് പോവാം. അപ്പൊ ഓക്കെ, ബൈ.